ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ ട്രിപ്പിൻ്റെ മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ ഈ ഒരു വീഡിയോ. നമ്മളിപ്പോൾ നിൽക്കുന്നത് തഞ്ചാവൂരിനടുത്താണ്. തഞ്ചാവൂർ ബിഗ് ടെമ്പിളിലാണ് കേട്ടോ ഞങ്ങളിന്ന് പോകാൻ പോകുന്നത്. ഞങ്ങളൊരു 5 മണിയായപ്പോഴേക്കും ഉറക്കം എണീറ്റു കേട്ടോ. ഞാനും ആളും എണീറ്റിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കി എല്ലാവരും നല്ല ഉറക്കമാണ്. ഞങ്ങൾ ഇന്നിടുന്ന കോസ്റ്റ്യൂമാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത്. ഞാനും വിനു ഇക്കുവും ഗ്രീൻ കളർ കോമ്പിനേഷനിൽ വരുന്ന ഡ്രസ്സാണ് കേട്ടോ ഇടുന്നത്. വിനുവിന് വേറെ ഡിസൈനൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇക്കുവിൻ്റെ ഡ്രസ്സിൽ ഞാൻ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ രണ്ടുപേരെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. ഈ ഹെയർ സ്റ്റൈൽ ചെയ്ത് തരുന്ന ആളുമാണ്. ഞങ്ങളുടെ മേക്കപ്പ് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ എല്ലാവരെയും വിളിച്ചു നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും റെഡി ആയല്ലേ? മോനെ എങ്ങോട്ട് പോവാ? ടെമ്പിളിൽ പോവാ. അപ്പോൾ ഞങ്ങളുടെ ഡ്രസ് കോമ്പോ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? റെഡിയായോ? ഓറഞ്ച് ഇഷ്ടമാണോടാ? ഇഷ്ടം. ആണോ? ഇവിടെ കുർത്ത എങ്ങനെയുണ്ട്? കുർത്ത സൂപ്പർ അല്ലേ? മമ്മ ചെയ്തതാണ് പറഞ്ഞ് എല്ലാരോടും പറഞ്ഞ് എല്ലാവരും. ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും റൂമിൽ നിന്ന് തന്നെ എടുത്തിട്ടാണ് കേട്ടോ ഞങ്ങൾ ടെമ്പിളിലേക്ക് ഇറങ്ങിയത്. ഇഷ്ടമാണോ? ഞങ്ങൾ സ്റ്റേ ചെയ്ത ഹോട്ടലിൽ നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ ടെമ്പിളിലേക്ക് പോകാനായിട്ട്. ആക്ച്വലി ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ ഫസ്റ്റ് ഡേ മധുരയും പിന്നെ തഞ്ചാവൂർ, ധനുഷ്കോടി, വേളാങ്കണ്ണി എന്നിങ്ങനെയായിരുന്നു കേട്ടോ. ലാസ്റ്റ് ഡേ വേളാങ്കണ്ണി വെച്ചത് തന്നെ ഞങ്ങളുടെ നേർച്ചയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് എന്തായാലും ടയർഡ്നെസ് ഉണ്ടാകുമ്പോൾ പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾക്ക് വേറെ പോകേണ്ട, നേരെ വീട്ടിലേക്കാണല്ലോ വരുന്നത്. അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ വേളാങ്കണ്ണി ലാസ്റ്റ് ഡേ വെച്ചത്. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാൽ ഞങ്ങൾക്ക് സെക്കൻഡ് ഡേ തന്നെ വേളാങ്കണ്ണിയിൽ എത്തേണ്ടിയിരുന്നു. പിന്നെ ഞങ്ങൾ തേർഡ് ഡേ ആണ് കേട്ടോ തഞ്ചാവൂർ എത്തിയത്. ശരിക്കും പറഞ്ഞാൽ വേളാങ്കണ്ണി നേർച്ച ചെയ്തതിൻ്റെ ഒരു ചെറിയ ക്ഷീണവും പിന്നെ കാലിൽ ചെറിയൊരു പെയിനും ഞങ്ങൾക്ക് 2 പേർക്കും ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും തഞ്ചാവൂർ ക്ഷേത്രത്തിലേക്ക് യാത്ര തിരിച്ചു. ഞങ്ങൾ ആരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നിന്നില്ല. ഇക്കുവിന് കുറച്ച് സ്നാക്സ് ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അത് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ ഞങ്ങളവിടെ എത്തിയപ്പോൾ തന്നെ നല്ല വെയിലായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കാർ പാർക്ക് ചെയ്യാനായിട്ട് പോയി. അവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള കാർ പാർക്കിംഗ് തന്നെ ഉണ്ടായിരുന്നു. തഞ്ചാവൂരിൻ്റെ ഫ്രണ്ട് വ്യൂ എന്നെ കണ്ടപ്പോൾ എല്ലാവർക്കും ഒരു വാവ് ഫീലായിരുന്നു കേട്ടോ. ടെമ്പിളിലേക്ക് കയറാൻ വേണ്ടി നിന്നപ്പോൾ ഉണ്ട് ആ കട്ട് ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിരിക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും കൂടെ അത് വാങ്ങിച്ചു കഴിച്ചു കേട്ടോ. എല്ലാ കട്ട് ഫ്രൂട്ട്സിൽ നിന്നും ഓരോ ഐറ്റം വീതം വാങ്ങിച്ചു കേട്ടോ. മാംഗോ, വാട്ടർമെലൺ, പൈനാപ്പിൾ, പപ്പായ നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് സെക്കൻഡ് വാങ്ങിച്ചായിരുന്നു. കയറി ചെല്ലുമ്പോൾ തന്നെ റോഡ് സൈഡിലായിട്ട് തഞ്ചാവൂർ എന്ന് ഈ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. ഇക്കും നല്ല ഉറക്കമാണ് കേട്ടോ. കാറിലിരുന്ന് അവനങ്ങ് ഉറങ്ങിപ്പോയി. ഞങ്ങൾ കാർ പാർക്ക് ചെയ്തത് ടെമ്പിളിന് നേരെ ഓപ്പോസിറ്റ് വരുന്ന കാർ പാർക്കിംഗ് ഏരിയയിലാണ്. അങ്ങനെ അടുത്ത ലക്ഷ്യം പൂ വാങ്ങുക എന്നതായിരുന്നു കേട്ടോ. അപ്പോൾ അകത്തോട്ട് കയറിയപ്പോൾ തന്നെ 2 ആൻറ്റിമാർ പൂവും വെച്ചുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 4 മുഴം പൂ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അരളിയൊക്കെ കെട്ടി വെച്ചിരിക്കുന്നതാണ്, നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇവിടെയൊന്നും ഇങ്ങനെ കാണാറില്ല. അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട് കവാടം കഴിഞ്ഞ് ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറി. ഈ ഒരു ക്ഷേത്രം ആദ്യകാലങ്ങളിൽ തിരുവുടയാർ കോവിൽ എന്നാണ് കേട്ടോ അറിയപ്പെട്ടിരുന്നത്. അകത്തോട്ട് കയറി ചെല്ലും തോറും നല്ല തിരക്കായിരുന്നു. എനിക്ക് തോന്നുന്നു അത്യാവശ്യം രാവിലെ വന്നവരൊക്കെ തിരിച്ചിറങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് പോലെ തന്നെ ഈ ഒരു കവാടത്തിന്റെ കൊത്തുപണികളും എല്ലാം അടിപൊളിയാണ് കേട്ടോ. ചോഴ രാജവംശത്തിലെ പ്രമുഖനായ രാജരാജ ചോഴനാണ് കേട്ടോ ഈ ക്ഷേത്രം പണികഴിപ്പിച്ചത്. AD 985 തുടങ്ങിയ ക്ഷേത്ര നിർമ്മാണം 1013 പൂർത്തിയായത്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ശിവനാണ്. പൂർണ്ണമായും കരിങ്കല്ലിൽ തീർത്ത ഏക ക്ഷേത്രമായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. 16-ാം നൂറ്റാണ്ടിലാണ് കേട്ടോ ഇതിന്റെ പുറം മതിലുകൾ പണിതത്. അതുപോലെയുള്ള എഴുത്തുകളും ഒരുപാട് ചുമരിൽ നമുക്ക് കാണാൻ പറ്റും. ചെരുപ്പ് അവിടെ അലൗഡ് അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെരുപ്പ് സൂക്ഷിക്കുന്ന കൗണ്ടറിൽ കൊടുത്തിട്ടാണ് ഉള്ളിലേക്ക് കയറിയത്. തറയിൽ ചവിട്ടാനായിട്ട് നല്ല പാടായിരുന്നു, നല്ല ചൂടുണ്ടായിരുന്നു. വിനു ഇക്കുവിനെയും കൊണ്ട് ഒറ്റ ഓട്ട സൈഡിലോട്ട്. അയ്യോ എനിക്കിനി നടക്കാൻ വയ്യെന്ന് പറഞ്ഞിട്ട്. ശരിക്കും ഞങ്ങളുടെ എല്ലാവരുടെയും അവസ്ഥ അത് തന്നെയായിരുന്നു. നടക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അകത്തോട്ട് കയറി. ഗണപതിയാണ് കേട്ടോ ആദ്യം ഇരുന്നത്. അവിടെ കയറി പ്രാർത്ഥിച്ചു.
ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠയായ ശിവൻ ഒറ്റക്കല്ലിലാണ് കേട്ടോ നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ ദേവി പ്രതിഷ്ഠയും ഗണപതി പ്രതിഷ്ഠയും ഇവിടെ കാണുന്നുണ്ട്. കൂടാതെ ഉപദേവകളായ ദക്ഷിണമൂർത്തി, സൂര്യൻ, ചന്ദ്രൻ, അഷ്ടദിക്ക് ബാലകൻ, ഇന്ദ്രൻ, അഗ്നി, ഈശാനം, വായു, നിരുത്, യമൻ, കുബേരൻ തുടങ്ങിയവ സ്ഥാനങ്ങൾ ഇവിടെയുണ്ട്. പിന്നെ കുറേയേറെ ശിവലിംഗവും ഈ ഒരു ഏരിയയിൽ കാണാൻ പറ്റുന്നതാണ്. എല്ലാ ശിവലിംഗവും ഇങ്ങനെ ക്ലോസ് ചെയ്യുന്നതാണ് വെച്ചിരിക്കുന്നതെങ്കിൽ ചിലതൊക്കെ ഓപ്പണായി കിടക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. അപ്പോഴേക്കും തന്നെ ഉച്ചയായി സമയം. അങ്ങനെ എല്ലാവർക്കും നല്ല വിശപ്പ് തുടങ്ങി. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ആര്യഭവനിലേക്കാണ് പോയത്. ഞങ്ങൾ പോയ സമയത്ത് മീൽസ് കഴിഞ്ഞിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും മീൽസ് മതിയെന്നായി. അങ്ങനെ ഞങ്ങൾ 3 സ്പെഷ്യൽ തഞ്ചാവൂർ മീൽസും പറഞ്ഞു, ഒരു നോർമൽ മീൽസും. തഞ്ചാവൂർ സ്പെഷ്യൽ മീൽസിൻ്റെ കൂടെ ഫസ്റ്റ് കിട്ടിയത് ഈ ഒരു 2 സൂപ്പുമായിരുന്നു കേട്ടോ. ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. ഞങ്ങൾ വീണ്ടും വീണ്ടും വാങ്ങിച്ച് കുടിക്കുമായിരുന്നു. ആണ് കേട്ടോ തഞ്ചാവൂരിലെ സ്പെഷ്യൽ മീൽസ്. ക്വാണ്ടിറ്റി കുറവാണെങ്കിൽ വെറൈറ്റി കറികളായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പേരൊന്നും അറിയത്തില്ല, എന്നാലും കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. മീൽസ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ ചോറൊന്നും കാണുന്നില്ലല്ലേ. ചോറിടുന്ന സമയത്ത് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. എല്ലാവരും നല്ല വിശപ്പായതുകൊണ്ട് പെട്ടെന്ന് തന്നെ കഴിക്കാൻ നോക്കി. നടന്ന് കഴിച്ചതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഇത് തന്നെയായിരുന്നു. നടന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പൂവ് ഇരിക്കുന്നുണ്ട് കേട്ടോ. കാണുമ്പം തന്നെ ഒന്ന് വാങ്ങിച്ചു പോകും. അത്രയ്ക്ക് ഭംഗിയായിട്ടാണ് കേട്ടോ അത് വെച്ചിരിക്കുന്നത്. റെഡ് പിച്ചിയാണ് കേട്ടോ വാങ്ങിച്ചത്. കുറച്ചുകൂടെ മുന്നിലോട്ട് പോയപ്പോൾ പ്ലം ഇരിക്കുന്നുണ്ടോ. അപ്പോൾ എനിക്ക് പ്ലം കഴിക്കാൻ ഒരാഗ്രഹം. അങ്ങനെ അത് മേടിച്ചു. ഞങ്ങൾ അവിടെ നിന്ന് തന്നെ കുറച്ച് മാംഗോസും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. തിരിച്ച് റൂമിലെത്തിയതിന് ശേഷം പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, പാക്ക് ചെയ്തു, ഇറങ്ങാൻ പോവുകയാണ് കേട്ടോ. തഞ്ചാവൂരിൽ ഞങ്ങളെടുത്ത റൂമും നല്ല റൂം തന്നെയായിരുന്നു. AC റൂമാണ് കേട്ടോ ഞങ്ങളിവിടെ എടുത്തത്. ടോയ്ലറ്റ് നല്ല ക്ലീൻഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് തന്നെയായിരുന്നു. 3400 കേട്ടോ ഈ ഒരു റൂമിൻ്റെ റേറ്റ് വന്നത്. ആറ് മണിയായപ്പോഴേക്കും തഞ്ചാവൂരിൽ നിന്ന് യാത്ര തിരിച്ചു. തഞ്ചാവൂർ ടെമ്പിളിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നേരെ തഞ്ചാവൂർ കോട്ട കാണാനായിരുന്നു കേട്ടോ പ്ലാൻ. ബട്ട് ഫുഡ് കഴിക്കാൻ പോയപ്പോൾ അവിടെയുള്ള ഒരു പുള്ളിക്കാരനാണ് നിങ്ങളോട് പറഞ്ഞത് തഞ്ചാവൂർ കോട്ടയിൽ അധികം കാണാനൊന്നുമില്ല, അതിന് പകരം നിങ്ങൾക്ക് ശ്രീരംഗം പോയിക്കൂടെയെന്ന്. എന്നാൽ പിന്നെ ശ്രീരംഗം പോയാലോ എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. പക്ഷേ കറക്റ്റ് സമയത്തിന് അവിടെ എത്തുമെന്നായിരുന്നു ഞങ്ങളുടെ ഒരു പേടി. സപ്പോസ് ഞങ്ങളവിടെ എത്തിയില്ല എങ്കിൽ റൂം എടുത്ത് പിറ്റേ ദിവസം രാവിലെ പോകാനായിരുന്നു ഞങ്ങളെല്ലാവരും കൂടെ തീരുമാനിച്ചത്. വിചാരിച്ച പോലെ ബ്ലോക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് കറക്റ്റ് 7:20 ആയപ്പോൾ തന്നെ ശ്രീരംഗം എത്താൻ പറ്റി. തൊട്ട് 8 മണി വരെ കയറ്റിവിടുമെന്നാണ് കേട്ടോ പറഞ്ഞത്. ഈ ഒരു ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് തൃച്ചിയിലാണ്. രാത്രി നട അടച്ചു കഴിഞ്ഞാൽ വീണ്ടും രാവിലെ 6 മണിക്കാണ് ഓപ്പണിംഗ്. ഞങ്ങൾ നോർത്ത് ടവറിൻ്റെ അവിടെയാണ് കാർ പാർക്ക് ചെയ്തത്. ചപ്പൽ വയ്ക്കുന്ന കൗണ്ടറിൽ ചെരുപ്പൊക്കെ കൊടുത്തതിന് ശേഷം അകത്തോട്ട് കയറി. ശ്രീരംഗം ടെമ്പിളിൻ്റെ പ്രധാന പ്രതിഷ്ഠ വിഷ്ണു ഭഗവാനാണ്. ഞങ്ങൾ പോയ സമയത്തും വിഷ്ണു ഭഗവാനെ കാണാനായി ഒത്തിരി പേരുണ്ടായിരുന്നു. 7 മതിലുകൾ ചേർന്ന ഈ മഹാവിഷ്ണു ക്ഷേത്രം പൂജ നടക്കുന്ന ക്ഷേത്രങ്ങളിൽ വലിപ്പത്തിൽ 1-ാമതാണ്. 21 ഗോപുരങ്ങളിൽ ഏറ്റവും വലുത് രാജഗോപുരം. 13 നിലകളും 72 മീറ്റർ ഉയരമുള്ളതുമാണ്. 150 ഏക്കറിലാണ് ഈ ഒരു ശ്രീരംഗം ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ രാത്രി വന്നതുകൊണ്ട് തന്നെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഭംഗി അത്ര കണ്ട് ആസ്വദിക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. പകലാണെങ്കിലും ബുദ്ധിമുട്ടാണ്, കാരണം വെയിലൊക്കെ ഉണ്ടെങ്കിൽ നല്ല ചൂടായിരിക്കും. കൂടെ ഞങ്ങളുടെ കൂടെ ഇക്കോ ഉള്ളത് കൊണ്ട് അതും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു ഈവനിങ് ടൈം വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായേനെ ഞങ്ങൾക്ക് തോന്നിപ്പോയി. ഈ ഒരു ടെമ്പിൾ എനിക്ക് തഞ്ചാവൂർ ടെമ്പിളിനെക്കാളും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാണുന്നത് 1000 കല്ലുകൾ കൊണ്ട് തീർത്ത കൽമണ്ഡപമാണ്. ഈ ഒരു കൽമണ്ഡപത്തിനടുത്തായിട്ട് ഞങ്ങൾ കുറേ നേരം സ്പെൻഡ് ചെയ്തു. ഇരിക്കാനായിട്ട് ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ തന്നെയായിരുന്നു. ഈ കാണുന്നതാണ് കേട്ടോ വെള്ളൈ ഗോപുരം. ഈ വെള്ളൈ ഗോപുരം ശ്രീരംഗം ടെമ്പിളിൻ്റെ ഈസ്റ്റ് എൻട്രൻസ് ആണ്. ഈ ഒരു ടെമ്പിൾ ഫുള്ളായിട്ട് നടന്ന് കാണാൻ പറ്റിയില്ല, പക്ഷെ കണ്ടതത്രയും ഭയങ്കര അടിപൊളി അതിമനോഹരമായ ഒരു ടെമ്പിൾ തന്നെയാണ് കേട്ടോ. ഈ ഒരു അവസരം കൂടെ കിട്ടുകയാണെങ്കിൽ ഈ ഒരു ശ്രീരംഗം ടെമ്പിളിൽ ഒന്ന് ഫുള്ളായിട്ട് കറങ്ങി നടന്ന് കാണണമെന്നുണ്ട്. ഞങ്ങൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്തി. അവിടെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഇത്തിരി വില കുറവായിട്ടാണ് കേട്ടോ ഞങ്ങൾക്ക് തോന്നിയത്. അങ്ങനെ ഞങ്ങൾ ശ്രീരംഗം ടെമ്പിളിൽ നിന്നും ഇറങ്ങി നേരെ തൃച്ചിയിലുള്ള ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു. ഞങ്ങളെല്ലാവരും 3 ദിവസത്തെ വെജിറ്റേറിയൻ ഫുഡിന് ശേഷം ഈ ഒരു ഹോട്ടലിൽ കയറി നോൺ വെജ് കഴിച്ചു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് യാത്ര തിരിച്ചു. മോർണിംഗ് 6:30 ഞങ്ങൾ ട്രിവാൻഡ്രം എത്തിച്ചേരും. ഞങ്ങളുടെ തമിഴ്നാട് ട്രിപ്പിൻ്റെ വീഡിയോസ് ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനിയൊരു വീഡിയോയുമായി കാണാം ഗൈസ്. ബൈ ബൈ.